എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള MBBS BDS കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ഓഗസ്റ്റ് 20 ഉച്ചയ്ക്ക് 12 മണി വരെ ce.kerala.gov.in/keen2026/ എന്നുള്ള പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എത്രയാണ് ഫീസ്, ആനുവൽ ഫീസ് എത്രയാണ് വരുന്നത്, ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജ് കോഴ്സുകൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുള്ളൂ. കാരണം സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇപ്പോൾ വന്ന കോളേജ് ഓപ്ഷൻസ് ആയിട്ട് വീണ്ടും ഉൾപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റുകൾ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ നിങ്ങൾ SSC ST അതുപോലെ OECക്ക് ലഭ്യമായിട്ടുള്ള ഫീസ് ആനുകൂല്യം ലഭിക്കുന്നവർ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ജുവനൽ ഹോം, നിർഭയ ഹോം, ശ്രീജിത്ത് റാം ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ്. അതുപോലെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് OBC വിഭാഗത്തിന് എത്രയാണ് ഫീസ് എന്നുള്ളത്. അപ്പോൾ OBC വിഭാഗത്തിന് 5000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 500 രൂപയാണ് വരിക. നിങ്ങൾക്ക് എത്രയാണ് ഫീസ് വരിക എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/keen2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്പേഴ്സാണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ നിങ്ങൾ കാണുന്ന നമ്പേഴ്സ് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ അടുത്ത പേജിൽ നിങ്ങൾക്ക് എത്രയാണ് ഫീസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ BPharm അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് 3000ഓളം രൂപയായിരിക്കും നിങ്ങൾക്ക് ഫീസായിട്ട് കാണിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ 500 രൂപ ഉള്ള ഫീ കൺസെഷൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ 500 രൂപ ഫീസ് ഇനത്തിൽ നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ BPharm അല്ലെങ്കിൽ ഫാർമസി കോഴ്സിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫീസ് അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്കാണ് പോകുക. അല്ലാതെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയാണ് ഫീസ് കാണിക്കുന്നത് ആ ഒരു ഫീസ് നിങ്ങൾ അടക്കുക. അതിനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടാത്തവർക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകും. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് എന്തെങ്കിലും ബാലൻസ് ആയിട്ട് ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്ന ഫീസ് എത്രയാണോ അത് നിങ്ങൾ അടച്ച് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോവുക. അവിടെ വിദ്യാർത്ഥികൾക്ക് താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സ് എന്ന് പറയുമ്പോൾ MBBS BDS കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റ് കോളേജിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഓപ്ഷൻസ് കൊടുക്കുക. കാരണം ഗവൺമെന്റ് കോളേജിൽ ഫീസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ അതിന് മുകളിലായിട്ട് സേവ് ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷനുകൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രിന്റ് ഓപ്ഷനും ആ ഒരു പേജിൽ കാണാം. ആ ഒരു പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ പ്രിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ അല്ല, ഈ ഒരു ഓപ്ഷൻ കൊടുത്തതിന്റെ ലിസ്റ്റ് പ്രിന്റ് എടുക്കാവുന്നതാണ്. ആ ഒരു പ്രിന്റ് ഔട്ടിൽ നിങ്ങൾ നൽകിയ കോളേജ് കോഴ്സുകളൊക്കെ അതിൽ അതേപോലെ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. അഥവാ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് വഴി വിദ്യാർത്ഥികൾ വീണ്ടും നിങ്ങൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അത് സേവ് ചെയ്യാവുന്നു. സേവ് ചെയ്ത ശേഷം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ സേവ് ചെയ്യാവുന്നതും എന്നിട്ട് പിന്നീട് നിങ്ങളുടെ ആ ഒരു ഓപ്ഷനുകളുടെ പ്രിന്റ് എടുക്കാവുന്നതും പ്രിന്റ് എടുത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു ഓപ്ഷനുകളുടെ ആ ഒരു പ്രിന്റ് ഔട്ടിൽ നിങ്ങളെടുത്ത പ്രിന്റ് ഔട്ടിൽ നിങ്ങൾ നൽകിയ ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ രീതിയിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 20 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡൗട്ട്സ് ആണ്, എത്ര രൂപയാണ് ഫീസ് വരിക, വാർഷിക ഫീസ് എത്രയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാർഷിക ഫീസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ഏകദേശം മാക്സിമം, അതായത് വാർഷിക ഫീസ് ഇനത്തിൽ 24,000ഓളം രൂപയാണ് ഈ ഒരു ട്യൂഷൻ ഫീസ് ഇനത്തിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് വിഭാഗത്തിൽ തന്നെ നിങ്ങൾക്ക് ദന്തൽ കോഴ്സുകളിൽ, അതായത് BDS കോഴ്സിലേക്കാണ് ഓപ്ഷൻ വെച്ചതെങ്കിൽ BDS കോളേജിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 20,375 രൂപയോളമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗവൺമെന്റ് കോളേജിൽ കിട്ടിയാലുള്ളത് ഫീസ്. അതായത് MBBSന് ഗവൺമെന്റിൽ 24,000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ദന്തൽ കോളേജിലാണെങ്കിൽ 20,375 രൂപയോളമാണ് ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സെൽഫ് ഫിനാൻസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജാണ്. ബാക്കിയുള്ളത് ഗവൺമെന്റ് കൂടാതെ സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്. അപ്പോൾ
സെൽഫ് ഫിനാൻസ് കോളേജിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് അതായത് ഏകദേശം 8 ലക്ഷത്തി സംതിങ് രൂപയാണ്, 8,33,000 രൂപയാണ് വരിക. അതുപോലെ തന്നെ ചില കോളേജിൽ 8,56,000 രൂപ ഫീസ് വരുന്നുണ്ട്. NRI കോട്ടയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 22 ലക്ഷം രൂപയോളം 22 ലക്ഷത്തി സംതിങ് ഏകദേശം 22,56,000 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ദന്തൽ കോളേജിൽ അതായത് BDS കോഴ്സ് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 3,47,000 സംതിങ് രൂപയാണ് വാർഷിക ഫീസ് ഇനത്തിൽ. വാർഷിക ഫീസല്ല, ടോട്ടലായിട്ട് വരുന്ന ഫീസായിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷനിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു അഡ്മിഷൻ ടു MBBS ആൻഡ് BDS കോഴ്സസ് 2026 ഓൺലൈൻ ഓപ്ഷൻ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൻ്റെ വിജ്ഞാപനത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കോളേജ് ഉണ്ട്, എത്ര രൂപയാണ് ഫീസ് വരുന്നത്, അതുപോലെ തന്നെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. അതുപോലെ ഓഗസ്റ്റ് 21 താൽക്കാലിക അലോട്ട്മെൻറ്റ്, ഓഗസ്റ്റ് 22 മെയിൻ അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഓഗസ്റ്റ് 23 മുതൽ 28 വരെയാണ് അഡ്മിഷൻ ഉള്ളത്. അതിൽ 26 ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അഡ്മിഷൻ ഉണ്ടായിരിക്കും. 28 വൈകുന്നേരം 5 മണിക്കാണ് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അതായത് പരീക്ഷാ കമ്മീഷണറുടെ ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖേന നിങ്ങളുടെ ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ട ടൈമിംഗ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിംഗ് ആണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് മെഡിക്കൽ കോളേജുകൾ അതുപോലുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ 23,150 രൂപയാണ് ഫീസ് വരിക. ഇനി 20,840 രൂപയാണ് ദന്തൽ കോളേജിലെ ഫീസ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫീസ് ഘടന എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ 8 ലക്ഷത്തി സംതിങ് ആണ് ഫീസ് വരുന്നത്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ദന്തൽ കോളേജുകളാണെങ്കിൽ ഏകദേശം 3,45,487 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ NRI സീറ്റ് ആണെങ്കിൽ 6,30,000 രൂപയാണ് ഫീസ് ഈ ഒരു സെൽഫ് ഫിനാൻസിൽ വരുന്നത്. അതുപോലെ ചില കോളേജിൽ എത്രയാണ് ഫീസ് വരുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കാം. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് 5,000 രൂപയാണ്. നേരത്തെ പറഞ്ഞതുപോലെ SC ST അതുപോലെ തന്നെ OECക്ക് തുല്യമായ ആനുകൂല്യം ഫീസ് ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കും അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം, ജുവനൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് 500 രൂപയാണ് ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതായിട്ടുള്ളത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് തിരികെ നൽകുന്നതായിരിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറയുന്ന ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സീറ്റിൽ ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജോയിൻ ചെയ്യാത്തവർക്ക് പിന്നീട് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല, എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കും. അതിനാൽ തന്നെ താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. ഇനി ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ മെഡിക്കൽ ദന്തൽ കോളേജിൽ MBBS BDS കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുഴുവൻ ഫീസ് തുകയും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ OECക്ക് ലഭ്യമായ ഫീസ് ആനുകൂല്യം ലഭിക്കുന്ന ആ ഒരു അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അതുപോലെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ജുവനൽ ഹോം, നിർഭയ ഹോം, ശ്രീചിത്ര ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീസ് അടക്കേണ്ടതില്ല. എന്നാൽ ഈ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്വാശ്രയ കോളേജിലെ മൈനോറിറ്റി സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഒന്നാം ഖണ്ഡികയിൽ പറയുന്ന പ്രകാരമുള്ള ഫീസ് അടക്കേണ്ടതും ഫീസ് ഇളവിന് അർഹത ഇല്ലാത്തതും ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജിൽ ഇപ്പോഴാണ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ വന്ന ആ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ ഉപയോഗിച്ചാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നേരിട്ടല്ല പ്രസിദ്ധീകരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടേണ്ടവർ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരൊക്കെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ പിന്നീട് ഓപ്ഷൻ കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നേരത്തെ വിദ്യാർത്ഥികളുടെ വിവിധ കാരണങ്ങളാൽ റാങ്ക് ലിസ്റ്റിൽ ഫലം തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. എന്നാൽ ഈ ഒരു വിദ്യാർത്ഥികൾ 19/8/2026 വൈകുന്നേരം 3 മണിക്കാം അത് 3 മണിക്ക് മുമ്പായിട്ട് ഫലം പ്രസിദ്ധപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്ത പക്ഷം അവരുടെ ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റായിട്ട് പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജ് ടോട്ടൽ 14 എണ്ണമാണ് വരുന്നത്. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 20 എണ്ണമാണ് ഈ ഒരു മെഡിക്കൽ കോളേജുകൾ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദന്തൽ കോളേജ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൽ 6 എണ്ണം, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ദന്തൽ കോളേജ് 17 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് കോളേജിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.